റഷീദിലേക്ക്. റഹീസ്, ഇപ്പോൾ LDF-ഉം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന പ്രതികരണങ്ങൾ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവർക്കും കണക്കുകൂട്ടലുകൾ, കൃത്യമായ കണക്ക് കൂട്ടാനുള്ള സംവിധാനമുണ്ട്. ബൂത്ത് തലത്തിലടക്കമുള്ള പാർട്ടി CPM സംവിധാനമുണ്ട്. ആ CPM സംവിധാനത്തിലേക്ക് മുഴുവൻ ബൂത്ത് തല കണക്കുകളും എത്തിക്കഴിഞ്ഞോ? ആ ഒരു കണക്കുകൂട്ടലിന് ശേഷമല്ലേ അവർ കൃത്യമായൊരു അനുമാനത്തിലേക്ക് എത്തൂ? എന്താണ് ഇപ്പോൾ അറിയാനാകുന്നത്? സ്മൃതി, പ്രാഥമികമായ ഒരു കണക്ക് സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്ന് പ്രധാനപ്പെട്ട നേതാക്കൾ ജില്ലാ സെക്രട്ടറിമാർ വഴി എടുത്തിട്ടുണ്ട്. ആ കണക്കനുസരിച്ച് തെരഞ്ഞെടുപ്പിന് മുമ്പ്, അതായത് വോട്ടെടുപ്പിന് മുമ്പ് പ്രകടിപ്പിച്ച ആത്മവിശ്വാസം ആ നമ്പറിലേക്ക് CPM നേതാക്കൾ പോകുന്നില്ല. 100 110 പറഞ്ഞത് പരമാവധി 80 എന്നതിലേക്ക് എത്തിയിട്ടുണ്ട്. പരമാവധി അല്ല, ഏറ്റവും കുറഞ്ഞത് 80 എന്നതാണ് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്. ഇന്നും നാളെയുമായി മണ്ഡലം കമ്മിറ്റി കൂടി ജില്ലാ കമ്മിറ്റിയിൽ കണക്ക് അവതരിപ്പിച്ച് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗീകരിച്ച് അത് സംസ്ഥാന കമ്മിറ്റിക്ക് നൽകാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റന്നാൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നുണ്ട്. ആ സെക്രട്ടേറിയറ്റിലായിരിക്കും വിശദമായ ചർച്ചകൾ നടക്കുക. എന്തായാലും ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന ആത്മവിശ്വാസം നേതാക്കൾ പ്രകടിപ്പിക്കുന്നുണ്ട്. വോട്ടിംഗ് ശതമാനം കൂടിയത്, ചെറിയ തോതിലെങ്കിലും കൂടിയത്, ഒരു തരത്തിലും തിരിച്ചടി ആവില്ല എന്നവർ വിചാരിക്കുന്നു. മലബാറിൽ നിന്നുള്ള ജില്ലാ കമ്മിറ്റികളുടെ റിപ്പോർട്ട് അനുസരിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-ന് അനുകൂലമായി പോയ ന്യൂനപക്ഷ വോട്ടുകൾ, പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകളിൽ ഒരു ഭാഗം തിരിച്ചു വന്നിട്ടുണ്ട് എന്നാണ് മലബാറിലെ ജില്ലകളിൽ നിന്ന് സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. അത് ഒരുപക്ഷെ STPയുടെ പിന്തുണയും കാന്തപുരം AP വിഭാഗത്തിന്റെ പിന്തുണയും കൂടി ഉദ്ദേശിച്ചിട്ടായിരിക്കാം. ഇന്നും നാളെയുമായി ഏതാണ്ട് ഒരു കണക്ക് കിട്ടും. അതാണ്, നാളെയോട് കൂടി ഒരു പൂർണ്ണ കണക്ക് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.